കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കണത് നമ്മളേനെന്നറിയില്ലല്ലോ. നമുക്കങ്ങനെ പോയി നോക്കാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് അത്തിമര ഗണപതിയെ കണ്ട് തൊഴാനായിട്ട് പോരാം. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആ വലിയ ഗോപുരം കാണാം, അങ്ങനെ ആ കൊടിമരം കാണാം, അതിൻ്റെ നടുക്ക് ഉള്ള ബലിക്കല്ല് കാണാം, വലിയ ബലിക്കല്ല്. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് ആ മഹാലക്ഷ്മി ദേവീനെയും കണ്ടിട്ട് നമുക്കിങ്ങനെ പോരുമ്പോൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അത് കഴിഞ്ഞ് വലതേ സൈഡിലുള്ള ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് അമരപ്രഭു മാത്രമല്ല മരപ്രഭുവും ഞാനാണ് എന്ന് പറഞ്ഞ പോലെ ആ പറഞ്ഞ അശരീരിയുടെ ഫലമായിട്ടുള്ള ആ മരപ്രഭുവാണ് കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഉള്ള ആ ഒരു കളഭാലങ്കാര രൂപം. അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം എല്ലാം ഒതുങ്ങിയിട്ടുള്ള ആ രൂപമാണ്. അതിന് നടുക്കായി ഉണ്ണിക്കണ്ണൻ്റെ ആ മുഖം അങ്ങനെ കാണാണ്ട്, വേറിട്ട് കാണാണ്ട്, അങ്ങനെ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി മരപ്രഭു ആയിട്ടാണ് ഭഗവാന്റെ ശ്രീലകത്ത് ഇങ്ങനെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ തിരുമുടിമാലകളുണ്ട്, 2-3 ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള 3 തിരുമുടിമാലകളുണ്ട്. അതുപോലെ തന്നെ നിറയെ വള്ളികളും ആ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച കാണാനുള്ളത്. ശരിക്കും നമ്മൾ തെക്കേ നടയിലുള്ള മരപ്രഭുവിൻ്റെ അതേ രൂപത്തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു അസുലഭ മുഹൂർത്തമാണ്, നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്നങ്ങനെ വിചാരിക്കുക. ആ കാണുന്ന കാഴ്ചയാണ്. ഇന്നിപ്പോൾ നവരാത്രി ആരംഭമായി, എല്ലാം കൂടിയുള്ള നല്ലൊരു പുണ്യ ദിവസമാണ്. അപ്പോൾ അന്നത്തെ കാഴ്ചയും വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മളങ്ങനെ കണ്ട് ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ടുള്ള ആ കാഴ്ച, ശ്രീലകത്തേക്ക് നോക്കിയിട്ടുള്ള ആ മരപ്രഭുവിൻ്റെ ദർശനം കണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് നമുക്ക് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ അഗ്നികോളിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴും ഇന്ന് നല്ല ചന്ദനമൊക്കെ ചാർത്തിയിട്ട് നന്നായിട്ടാണ് ആ ഗണേശനും കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതീ ദേവീനെ കാണുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും കണ്ട് തൊഴുത് വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ആ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടിങ്ങനെ വരാം. അങ്ങനെ കൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വരിക. അവിടെ നിന്ന് വെറ്റിലമാലയും അതേപോലെ തുളസിമാലയും ലിഖിതമാലയൊക്കെ ഉണ്ട്. ധാരാളം കുങ്കുമം കൊണ്ട് അഭിഷേകമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്ബടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക.
താമരക്കണ്ണനെ കണ്ട് തൊഴുക. അതേപോലെ അവിടുന്ന് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതിനുശേഷം അണിക്കിണറും ആ നൃത്താറയൊക്കെ കണ്ട്, അതേപോലെ കുറൂരമ്മേനെ, നാരദരി, വസുദേവരി, മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. എന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനമൊക്കെ തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് ഇടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോരാം. ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ നല്ല തിരക്കാണ്. അവിടെ വന്ന് അമ്മയെ കാണാം. അമ്മയ്ക്ക് ഇന്ന് ഗോളക തന്നെയാണ്, ആയി വരുന്നേ ഉള്ളൂ. അപ്പം അമ്മേനെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ മമ്മിയൂരപ്പനെ അങ്ങനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാനായിട്ട് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പസ്വാമീനെ അവിടെ ഇങ്ങനെ മുഖമൊക്കെ ആയി വരികയാണ്. കളപച്ചാർത്തായിരുന്നു, നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിന് മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ നടയിൽ കൂടെ വന്ന് ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അപ്പോൾ നടുക്കിലുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിലും വന്ന് തൊഴാം. അങ്ങനെ ആ ഭഗവതി നടയുടെ അവിടെ വന്നിട്ടും, അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ടും വീണ്ടും ഭഗവാനെ ഒന്നുകൂടി കണ്ട് നമ്മൾ നേരെ വന്ന് ആ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ മരപാൽമലെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ശൈലജ, അവരുടെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാനിന്നിപ്പോൾ കുറച്ച് അവിടുന്ന് പോകുന്ന പുറത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇനി ബാക്കി നാളെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുടെയൊക്കെ പേര് നാളെ പറയാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.